ടി എം പ്രകാശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണം അങ്ങ് കേട്ടല്ലോ, ലീഗ് പ്രതിനിധിയുടെ ആരോപണം അങ്ങ് കേട്ടല്ലോ, ഷിബു മീറാൻ പറഞ്ഞത്. അതായത് ഈ വേങ്ങരയിലെ സ്ഥാനാർത്ഥി, നിങ്ങളുടെ സ്ഥാനാർത്ഥി സഭ, സ്വതന്ത്ര സ്ഥാനാർത്ഥി സഭ കഴിഞ്ഞ തവണ ഈ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഘട്ടത്തിൽ SDP പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളിൽ SDP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. അതായിരുന്നു ഇതുവരെ കേട്ടിരുന്ന കാര്യം. ഇപ്പോൾ ഇതാ പുതിയ കാര്യം കൂടി വരുന്നു. സഭയുടെ ചിഹ്നം കത്രികയാണ്. തൊട്ടടുത്ത മണ്ഡലങ്ങളിലെ SDP സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും കത്രികയാണ്. അപ്പോൾ ഒരു പൊതു ചിഹ്നം ഉണ്ടാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള സഹകരണത്തിലേക്ക് അത് പോയി എന്നതിനെ എങ്ങനെയാണ് ഇപ്പോൾ അതിന് CPM മറുപടി? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് SDPI എന്ന സംഘടനക്ക് കത്രിക എന്നൊരു ചിഹ്നം അനുവദിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ. കത്രിക എന്ന് പറയുന്ന ഒരു ചിഹ്നം SDPIക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് അത് മുട്ടൻ കളവല്ലേ? അങ്ങനെയുണ്ടോ? SDPIക്ക് ഒരു ചിഹ്നം അനുവദിച്ചിട്ടുണ്ട് കേരളത്തില്? ചിഹ്നം അനുവദിക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ചിഹ്നം? നമുക്ക് ആവശ്യപ്പെടാമല്ലോ, നമുക്കൊരു ചിഹ്നം ആവശ്യപ്പെടാമല്ലോ. കിട്ടുമോ ഇല്ലെന്നുള്ള വേറെ കാര്യം. സ്മൃതി, നിങ്ങൾ കേൾക്കൂ. സ്വതന്ത്ര ചിഹ്നങ്ങൾ അനുവദിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും തെരഞ്ഞെടുക്കാവുന്നതാണ്. അതല്ലാതെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരു പാർട്ടിക്ക് ഇന്ന ചിഹ്നം അത് അംഗീകൃതീനുണ്ട്. അരിവാച്ചിട്ട് നാട്ടത്തറം, കൈപ്പത്തി, താമര എന്നൊക്കെ പറഞ്ഞ അംഗീകൃതീനുണ്ട്. എങ്ങനെയാണ് അതേ കത്രിക തന്നെ വരുന്നത്? അതിലൊരു അസ്വാഭാവികതയില്ലേ? കത്രിക ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് വരെ കത്രിക ഉണ്ടായിട്ടില്ലേ? അത് SDP ചിഹ്നമാണ് കത്രിക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത്. അല്ല, SDP സ്ഥാനാർത്ഥികൾക്കെല്ലാം ഈ കത്രിക ചിഹ്നം കിട്ടുന്നു. നിങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ആ കത്രിക ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് സംശയം ഉണ്ടാവും. കാരണം ഈ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ചോര തന്നെ അന്വേഷിച്ച് നടക്കുമ്പോൾ സംശയം ഉണ്ടാവും. അല്ലാതെ സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന കക്ഷികളുമായിട്ടൊക്കെ എന്തെങ്കിലും നിലക്ക് രാഷ്ട്രീയ ബന്ധം, ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങള് രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട്, അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം, ഇതൊന്നും ഇത്തരം ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള കാര്യം. സ്വതന്ത്രരെ നിർത്തുമ്പോൾ എം പ്രകാശൻ, സ്വതന്ത്രരെ നിർത്തുമ്പോൾ നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ എന്താണ്? എങ്ങനെയാണ് നിങ്ങളൊരു സ്വതന്ത്രനെ തെരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ സ്വതന്ത്രനായി നിൽക്കാം എന്നുള്ള യോഗ്യത എന്താണ്? ഞാൻ പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളോട് യോജിപ്പുണ്ടാവണം. പരമാവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്ത് നിന്നുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനും വോട്ട് നേടാനും കഴിയണം. പൊതുകാര്യ പ്രസക്തരായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന നിലയുണ്ടാവണം. ഇതാണ് മാനദണ്ഡം. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭ നേരത്തെ സ്വതന്ത്രനായി നിന്നപ്പോൾ അദ്ദേഹത്തിന് SDP പിന്തുണയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി SDP പ്രസംഗിക്കാൻ ചെന്നിരുന്നു എന്നുള്ള കാര്യം CPM അറിയാതെ പോയോ? അങ്ങനെ അറിയാതെ പോയതാണോ? ഏതോ കാലമൊന്നുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതാ പറഞ്ഞത്, ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമായിട്ട് ജയിക്കാൻ വോട്ടില്ലാത്ത സ്ഥലത്ത് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഞങ്ങൾ പരിപാടിയിലാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വർഗീയ നിങ്ങളുടെ പരിപാടിയാൽ സ്വാധീനിക്കപ്പെട്ട ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാൻ വരാം, ആരുടെ പിന്തുണയും സ്വീകരിക്കാം. പക്ഷേ അത് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതിന് വേറൊരു നിറം വരും എന്നുള്ളതാണ്. അതാണല്ലോ നമ്മൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളം നിങ്ങളുടെ മുദ്രാവാക്യമായി കേട്ടത്. SDPയുടെ വോട്ട് വാങ്ങി. എത്ര തവണയാണ് അത് കേട്ടത്? എപ്പോ അങ്ങ് തുടക്കത്തിൽ കേട്ടില്ലേ? ഞാൻ കേൾപ്പിച്ചില്ലേ? നിങ്ങൾക്ക് കോൺഗ്രസിനെ വെള്ളപൂശേണ്ടത് എനിക്ക് വെള്ളപൂശേണ്ടത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണെന്നേ. പറഞ്ഞ കാര്യങ്ങൾ ആര് വിഴുങ്ങിയാലും ചോദിക്കും. എം പ്രകാശൻ, പറഞ്ഞ കാര്യങ്ങൾ ആര് വിഴുങ്ങിയാലും ചോദിക്കും. അങ്ങിപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറെ കാലത്തിന് ശേഷം അതൊന്ന് കേട്ടു. ഞങ്ങൾ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI എന്നിവയെല്ലാം UDF മുന്നണിയിലായിരുന്നു. അവർ അതെങ്ങനെ മുന്നണിയെന്ന് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ പറയുക? ഏത് മുന്നണി? അങ്ങനെ മുന്നണി ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് അസത്യം വിളിച്ചു പറയുന്നത്? നിങ്ങൾക്കൊരു ആരോപണം ഉന്നയിക്കാം, അതൊരു മുന്നണി ആയിരുന്നോ? തീർച്ചയായിട്ടും ആണോ? അവർ ഒന്നിച്ചാണ് വന്ന് വോട്ട് ചോദിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.